നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇവിടെ മലപ്പുറത്ത് മഅദിൻ പബ്ലിക് സ്കൂളിൽ ജനൻ ടിവിയുടെ നേതൃത്വത്തിൽ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. ജനൻ ടി വി തന്നെയാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ വാർത്തക്കടിയിൽ നിരവധി പ്രതികരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഈ മഅദിൻ എന്ന് പറഞ്ഞാൽ ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള, അദ്ദേഹം ഫൗണ്ടറും ചെയർമാനും ഒക്കെയാണ്. ഈ മഅദിൻ അക്കാദമി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം അത് അദ്ദേഹം കെട്ടിപ്പടുത്തതാണ്. അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് മഅദിൻ പബ്ലിക് സ്കൂൾ. മലപ്പുറം ജില്ലയിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് ജനൻ ടിവിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. നമുക്ക് ഒരുമിക്കാം എന്നൊക്കെയാണ് ഈ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്തിട്ടുള്ള അതിന്റെ ഒരു പേര് അത്തരത്തിലുള്ളതാണ്. ആരാണ് ഈ ഖലീൽ ബുഖാരി തങ്ങൾ എന്ന കാര്യം ഞാനിവിടെ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു മതപണ്ഡിതനാണ്. മുസ്ലിം ജമാഅത്തിന്റെ നേതാവാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഅദിൻ അക്കാദമിയുടെ ഫൗണ്ടറും ചെയർമാനും ഒക്കെയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇവിടെ ജനൻ ടിവിയിൽ മറ്റൊരു വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. അതായത് SSFനെ കുറിച്ചാണ് വാർത്ത നമ്മളൊക്കെ കണ്ടത്. മാളയിലെ ഒരു സ്കൂളിൽ SSFന്റെ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂൾ വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട് അവരൊരു വാർത്ത കൊടുത്തു. തീവ്ര ഇസ്ലാമിക സംഘടന എന്നാണ് SSFനെ കുറിച്ച് അവർ ആ വാർത്തയിൽ വിശേഷിപ്പിച്ചത്. എന്തായാലും അത്തരത്തിൽ വിശേഷിപ്പിച്ച് അതിന്റെ ചൂട് അറിയിട്ടില്ല. അതിന് മുമ്പാണ് ഇവിടെ മഅദിൻ പബ്ലിക് സ്കൂളിൽ ജനൻ ടിവിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. ഒന്നും അറിയാത്ത പിഞ്ചുമക്കൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഇവർ നടത്തുന്ന ഈ പരിപാടി, ഇവർ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കാൻ അവരൊക്കെ ആ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. എന്തായാലും എങ്ങനെ കഴിയുന്നു ഇത്തരത്തിലുള്ള ആളുകളുമായി ചേർന്ന് നിൽക്കാൻ, ഇവരെ ചേർത്ത് പിടിക്കാൻ, ഇവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള ചോദ്യങ്ങളും പ്രതികരണങ്ങളും തന്നെയാണ് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത്. ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്, വിശാലമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അങ്ങനെ ആരെയും അങ്ങനെ ഒഴിവാക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഞാനിവിടെ ഏതെങ്കിലും വിഭാഗക്കാരെ ചേർത്ത് പിടിച്ചതോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കണം എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. തുടർച്ചയായി വർഗീയതയും വിദ്വേഷവും ഇവിടെ ഇസ്ലാം വിരുദ്ധതയും പറയുന്ന ഒരു വിഭാഗമാണ് ജനൻ ടിവി. ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾക്ക് വേദി ഒരുക്കുന്ന ഒരു ടീമാണ്. അതുപോലെ തന്നെ കടുത്ത ഇസ്ലാം വിരുദ്ധത പറയുന്ന ആളുകൾക്ക് വേദി ഒരുക്കുന്ന ഒരു വിഭാഗമാണ്. അവരിപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇസ്ലാം വിരുദ്ധത മാറ്റിവെച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു വിഭാഗം, സമസ്ത തന്നെ 2 വിഭാഗമുണ്ട്. അതിലൊരു വിഭാഗത്തിന്റെ സംഘടനയാണ്, വിദ്യാർത്ഥി സംഘടനയാണ് SSF എന്ന് പറയുന്ന സംഘടന. അത്തരത്തിലൊരു വിദ്യാർത്ഥി സമൂഹത്തെ മൊത്തത്തിൽ തീവ്രവാദികളും അതുപോലെ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഒക്കെയായി ചിത്രീകരിക്കുന്ന ഒരു വിഭാഗവുമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എങ്ങനെ സഹകരിക്കാൻ കഴിയുന്നു? അതും ഖലീൽ ബുഖാരി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന, കാന്തപുരം ഉസ്താദുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഖലീൽ ബുഖാരി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് എങ്ങനെ സഹകരിക്കാൻ കഴിയുന്നു? ഇത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഉയർന്നു വരുന്ന ചോദ്യമാണ്, എന്റെ മാത്രം സംശയമല്ല. ഇന്ന് ഖലീൽ ബുഖാരി തങ്ങൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ രാവിലെ ഞാനും പങ്കെടുത്തിരുന്നു. അദ്ദേഹവുമായി സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല. അദ്ദേഹം ആ പരിപാടിയിൽ വന്ന് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. എന്തായാലും ഇവിടെ തങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് തങ്ങളോട് വളരെയധികം ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. വിശാലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടും അതുപോലെ തന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ആ രീതിയുമൊക്കെ പലപ്പോഴും ആകർഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ സമീപ സമയങ്ങളിൽ പോലും വിദ്യാർത്ഥി സമൂഹത്തെ തീവ്രവാദികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അവരിപ്പോഴും തിരുത്തിയിട്ടില്ല. തിരുത്താൻ അവർ തയ്യാറായിട്ടില്ല. തിരുത്താത്ത സാഹചര്യത്തിൽ അവർക്ക് വേദി ഒരുക്കി കൊടുത്തത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.